ഇന്ന് ചേട്ടൻ വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു. പിന്നെ അത് അരിയാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പ്ലേറ്റിലാക്കി വെച്ചു കേട്ടോ. കുറച്ച് സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ എടുത്തു. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ടു. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ അതിനകത്തേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് മൂപ്പിച്ചു കേട്ടോ. അങ്ങനെ നല്ലപോലെ മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ചതച്ച് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലപോലെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചു കേട്ടോ. അപ്പോൾ നല്ലപോലെ മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് വേണം അരിഞ്ഞ് വെച്ച സവാളയെല്ലാം ചേർക്കാൻ വേണ്ടി. അങ്ങനെയെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ അരിഞ്ഞ് വെച്ച സവാളയും ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇവയൊക്കെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല മണമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി. സവാള ഒരുപാടൊന്നുമില്ല കേട്ടോ. ചിക്കൻ കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ വെളിച്ചെണ്ണയെല്ലാം ഞാൻ കുറച്ചൊക്കെ ചേർക്കുള്ളൂ. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും എനിക്ക് ചിക്കനിൽ ഒഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ സവാളയിലൊന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലപോലെ സവാള മൂത്ത് വന്നപ്പോൾ അതിനകത്ത് കുറച്ച് 2-2 സ്പൂൺ മുളക് പൊടിയും അതിൽ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. നല്ലോണം ഒന്ന് ഇളക്കി മറിച്ചു. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ മണമൊക്കെ മാറിയപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ പെരക്കി വെച്ച ചിക്കൻ്റെ കൂട്ടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. കാരണം ചിക്കൻ പെരക്കി വെച്ചിട്ട് 2 മണിക്കൂറായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. അങ്ങനെ മൂടി ഇളക്കി യോജിപ്പിച്ച് എല്ലാം മൂടിയെല്ലാം വെച്ച് അടച്ചു. കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ നല്ലപോലെ ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ തീയിൽ വെച്ചാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ നല്ലപോലെ ചിക്കൻ റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ബ്രെഡും ചിക്കനും കൂട്ടി തിന്നാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ബ്രെഡും ചിക്കനും ഒക്കെ എടുത്ത് പ്ലേറ്റിൽ വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ബ്രെഡും ചിക്കനും ഒക്കെ തിന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം മോശമില്ലാത്ത ചിക്കൻ്റെ കറിയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെയാണ് കേട്ടോ ചിക്കൻ്റെ കറി വയ്ക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ചേരുവകളൊന്നും ചേർക്കാറില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനും മക്കളും എല്ലാവരും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ. ഓക്കേ.